വൈഭവ് സൂര്യവംശി ഈ ഒരു പേര് ഇന്ന് ക്രിക്കറ്റ് ലോകം പ്രൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ ഒരു വ്യക്തിയുടെ വലിയൊരു ഹാർഡ് വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഡെഡിക്കേഷൻ ഉണ്ട്. ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ വൈഭവ് സൂര്യവംശിയുടെ ഫാദർ ആയിട്ടുള്ള സഞ്ജീവ് സൂര്യവംശി എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈഭവിന്റെ ആ ഒരു ടാലന്റ് അല്ലെങ്കിൽ ക്രിക്കറ്റിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഇദ്ദേഹം കണ്ടുപിടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 4-ാമത്തെ വയസ്സിലാണ്. സോ ആ ഒരു 4-ാമത്തെ വയസ്സ് മുതൽ ഇവന് ഫുള്ള് പ്രാക്ടീസും ഈ സഞ്ജീവ് സൂര്യവംശി എന്ന് പറയുന്ന വ്യക്തിക്ക് ക്രിക്കറ്റിനോട് നല്ല താല്പര്യം ഉണ്ടായത് കൊണ്ട് തന്നെ അതിന്റെ ബാലപാഠങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ 4-ാമത്തെ വയസ്സ് മുതൽ ഇവന് പ്രാക്ടീസ് കൊടുക്കുകയാണ്, ബാറ്റിംഗ് ചെയ്യാനും ബോളിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് കൊടുക്കുന്നത്. ഏകദേശം 9-ാമത്തെ വയസ്സ് മുതലാണ് ക്രിക്കറ്റ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇവനെ പറഞ്ഞു വിടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ, ബീഹാറിലെ ഒരു സാധാരണ ഒരു കൃഷി കുടുംബം എന്നുള്ള രീതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഫണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ട്രെയിനിങ്ങിനായാലും മറ്റ് ട്രാവലിംഗ് എക്സ്പെൻസിനായാലും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഫണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ അവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൃഷി സ്ഥലം തന്നെ വിറ്റിട്ടാണ് ആ ഒരു ഫണ്ടിൽ നിന്നാണ് ഇവന് വേണ്ടിയുള്ള ഫുള്ള് എക്സ്പെൻസുകളും ഇവർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇത് എടുത്തു പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അമ്മയുടെ ഡെഡിക്കേഷനാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഭവിന് ഈ ഒരു പ്രാക്ടീസിന് കോച്ചിങ്ങിനൊക്കെ പോകേണ്ടതിന് ഒരു ദിവസം തന്നെ ഒരു 100 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാലത്ത് തന്നെ എണീറ്റ് പോകണം. സോ 4 മണിക്ക് ഇവൻ്റെ അമ്മ ഫുള്ള് എല്ലാ ദിവസവും 4 മണിക്ക് എണീറ്റ് ഫുഡും എല്ലാം മറ്റു കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തിട്ടാണ്. അങ്ങനത്തെ വലിയൊരു ഡെഡിക്കേഷനാണ് ആ ഒരു ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഈ പയ്യന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വെൽ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഇന്ന് വൈഭവിനെ ക്രിക്കറ്റ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫുട്ബോൾ ലോകത്തേക്ക് നോക്കുകയാണെങ്കിൽ മെസ്സി എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മെയിൻ ആയിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സി എന്ന് പറയുന്നത് ഇൻബിൽറ്റ് ആണ്. അതായത് ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവമാണ്. ക്രിസ്ത്യാനോ എന്ന് പറയുന്നത് അവൻ ഹാർഡ് വർക്കിലൂടെ നേടിയ ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു പയ്യൻ അവന് ഇൻബിൽറ്റ് ആയിട്ട് തന്നെയാണ്. അത് 4-ാമത്തെ വയസ്സിലാണ് അവന് ആ ഒരു ടാലന്റ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ടാലന്റ് കണ്ടുപിടിക്കുന്നതും അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ പ്രാക്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ടാലന്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ലെവൽ ഓഫ് ഇന്നിങ്സുകൾ നമുക്ക് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മേ ബി ഒരു പക്ഷേ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സെവാഗ് പറഞ്ഞൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് 19-ാമത്തെ വയസ്സ് മുതൽ IPL സ്റ്റാർട്ട് ചെയ്തു. 36-ാമത്തെ വയസ്സിലും ഇപ്പോൾ IPL കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഫുൾ ഡെഡിക്കേഷൻ ആയിരുന്നു. പൈസ ഒരുപാട് വന്നു, കീർത്തി ഒരുപാട് വന്നു, നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷെ അതെല്ലാം അവൻ ആ ഒരു വ്യക്തിയുടെ അവൻ്റെ കളിയുടെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത്, പൈസയൊന്നും അധികം ഫോക്കസ് ചെയ്തില്ല. എന്നാൽ ഇവനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റത്തെ ഒരു IPL തന്നെ 1 കോടിക്ക് മുകളിൽ പ്രതിഫലം ലഭിക്കുകയാണ്. അതേപോലെ തന്നെ ഫസ്റ്റത്തെ ബോൾ തന്നെ 6 ഹിറ്റ് ചെയ്യുകയാണ്. സോ ഇതൊക്കെ അവൻ ആ ഒരു പ്രൈസിൽ വീണ് പോകാതെ ആ ഒരു ടാലന്റിൽ അവൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ അടുത്ത ഒരു 2-3 IPL കഴിഞ്ഞതിന് ശേഷം ഈ വ്യക്തിയെ കാണില്ല എന്നുള്ളൊരു കാര്യം സെവാഗ് പറയുകയുണ്ടായി. ഇങ്ങനെ സെവാഗ് പറയാനായിട്ടുള്ള ഒരു ചേതോ വികാരം എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെവാഗിന് ഒരു മകനുണ്ട്, ആര്യവീർ സെവാഗ് എന്നാണ് പേര്. നമ്മുടെ സൂര്യവംശിയുടെ ആ റേഞ്ച് തന്നെയാണ്, ഏകദേശം ഒരു വയസ്സ് കൂടുതലുണ്ടെന്നുള്ളൂ. പക്ഷെ ഇതുവരെയായിട്ടും ആര്യവീർ സെവാഗിന് ഓപ്പർച്യൂണിറ്റി IPL നിന്നോ അല്ലെങ്കിൽ ഒരു മറ്റ് ഇതിൽ നിന്നോ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സെവാഗിൽ നിന്ന് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇത് നമുക്ക് പ്രതീക്ഷിക്കാനേ സാധിക്കും. മറ്റൊരു കാര്യമാണ്, ഒരു ഇന്ത്യൻ ഒറിജിനേറ്റഡ് ക്രിക്കറ്റർ ആകുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഇവൻ മാറ്റി എഴുതുകയാണ്. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ എന്ന രീതിയിൽ താങ്കൾ ആരെയാണ് കാണുന്നത് ചോദിക്കുമ്പോൾ ബ്രെയിൻ ലാറയെ പോലെ അഗ്രസീവായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കുവാനാണ് എനിക്ക് താല്പര്യം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവൻ്റെ ശൈലി എന്ന് പറയുന്നത് ഫിയർലെസ് ആണ്. പേടി എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നമ്മൾ സഞ്ജു സാംസൺ ഇപ്പോൾ ആ ഒരു ലെവൽ ഓഫ് നിന്നിരുന്നെങ്കിൽ GT എന്ന് പറയുന്ന ഒരു ടീമിനോട് മാക്സിമം കൂടിയ അത്രയ്ക്ക് റണ്ണൊന്നും എടുക്കില്ല. എത്ര റണ്ണാണെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കില്ല. അത്രയ്ക്ക് റണ്ണൊന്നും എടുക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഞ്ജു സാംസൺ അത്രയും പേടിച്ചിട്ടായിരിക്കും കളിക്കുക, ടീമിനെ ജയിപ്പിക്കണം എന്നുള്ള ഒരു ഇതോട് കൂടിയിട്ടായിരിക്കും കളിക്കുക. പക്ഷേ ഇവനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ബോൾ അവൻ ഹിറ്റ് ചെയ്യുന്നത്, അതായത് അതിൻ്റെ ലെങ്ത് മുൻകൂട്ടി അറിഞ്ഞ് ഹിറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ടാണ്. ഈവൻ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഈ IPL മാച്ചിൽ GTയുടെ ബൗളിംഗ് ടീമിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. ഈവൻ റാഷിദ് ഖാനെ പിടിച്ചിട്ടാണ് അവൻ്റെ സെഞ്ചുറി അവൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. റാഷിദ് ഖാനെ പിടിച്ച് 6 അടിച്ചിട്ടാണ് സെഞ്ചുറി കംപ്ലീറ്റ് ചെയ്യുന്നത്. അത്രയ്ക്കും കോൺഫിഡൻ്റ് ആയിട്ടാണ് സിറാജിനെയും പ്രസിദ്ധ് കൃഷ്ണയെയും അതേപോലെ തന്നെ റഷീദ് ഖാനെയും അവൻ ഫേസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഒരു സാധാരണ ഒരു ബോളേഴ്സ് എന്ന രീതിയിലുള്ള ടീമുകളാണ്. സോ എന്ത് തന്നെയായിരുന്നു, വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു വൈഭവ് സൂര്യവംശിയുടെ ആ ഒരു മാച്ച്. അതേപോലെ തന്നെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ്രാവിഡ് നമുക്കറിയാം പരിക്കേറ്റിട്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് നോട്ട് ചെയ്യുന്ന ആശിഷ് നഗർ എല്ലാ പേഴ്സൻ്റെയും അടുത്ത് പോയി അത് ചെയ്യുന്നു പറഞ്ഞിട്ട് ആൾക്ക് അവസാനം വാണിംഗ് കിട്ടിയതാണ്. അവിടെ മര്യാദയ്ക്ക് ഇരുന്നോണം എന്ന് പറയുന്നത്, ഇത് ഫുട്ബോൾ മാച്ച് എന്നല്ല ക്രിക്കറ്റ് മാച്ചാണെന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഒരു വാണിംഗ് കിട്ടിയതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. എന്നാൽ രാഹുൽ ദ്രാവിഡ് എന്ന് പറയുന്നത് കാലിന് വയ്യാണ്ട് അവിടെ ഇരിക്കുന്ന വ്യക്തി അടക്കം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ലെവലിലേക്ക്
അവൻ്റെ പെർഫോമൻസ് മാറി എന്നുള്ളതാണ്. ശരിക്കും ഫുൾ ക്രെഡിറ്റ് ഇതിന് പോകേണ്ടത് വൈഭവ് സൂര്യവംശിയുടെ ഫാമിലിക്കാണ്, എസ്പെഷ്യലി വൈഭവ് സൂര്യവംശിയുടെ ഫാദറായിട്ടുള്ള സഞ്ജീവ് സൂര്യവംശിക്കാണ്. അദ്ദേഹം പറഞ്ഞൊരു മറ്റൊരു കാര്യമുണ്ട്, വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത് എൻ്റെ മാത്രം മകനല്ല, അവൻ ഈ ഒരു ബീഹാറിൻ്റെ ഒരു സൺ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പറയുക ഉണ്ടായത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെ എന്താ പറയുക, നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ നോക്കി നടന്നിരുന്നെങ്കിൽ അവനും ഇതേപോലെ ബീഹാറിൽ നിന്ന് കേരളത്തിൽ വന്നിട്ട് ഒരു അതിഥി തൊഴിലാളി എന്ന രീതിയിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ആ ടാലൻറ്റിനെ കറക്റ്റ് സമയത്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു, ആ ഒരു ടാലൻറ്റിനെ അതിൻ്റെതായിട്ടുള്ള വഴിയിലേക്ക് തിരിച്ചു വിട്ടു എന്നുള്ളതാണ് ആ വ്യക്തി ചെയ്ത ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാൻ റോയൽസിൽ ഇനി നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളത് വലിയ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡും തമ്മിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് റിയാൻ പരാഗ് ഉണ്ടല്ലോ, റിയാൻ പരാഗിനെ ക്യാപ്റ്റൻ ആക്കണം എന്നുള്ള ആ ഒരു വാശി അല്ലെങ്കിൽ ആ ഒരു പ്ലാനിങ് അവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഇടയിലുണ്ട്. കാരണം മാനേജ്മെൻറ്റിലത്തെ ഒരാളെന്ന് വെച്ചാൽ റിയാൻ പരാഗിൻ്റെ ഫാദറിൻ്റെ ഒരു റിലേറ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ നിൽക്കുന്നത്, ആ ഒരു മാനേജ്മെൻറ്റിലുള്ളത്, രാജസ്ഥാൻ റോയൽസിൻ്റെ മാനേജ്മെൻറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ റിയാൻ പരാഗിലേക്ക് ക്യാപ്റ്റൻസി കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ റിയാൻ പരാഗ് കഴിഞ്ഞ ഒരു സീസണിൽ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ടാണ് കളിച്ചത്. ആ ഒരു കളി കൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യൻ 2020 ആ ഒരു ലെവലിലേക്ക് വരുന്ന ഒരു ലെവലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ടച്ചും സംഭവം ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, നല്ല കോൺഫിഡൻറ്റ് ഹിറ്റിങ് കാണാറുണ്ട്, പക്ഷെ ഒരു ക്യാപ്റ്റൻസി എന്ന് പറയുന്ന ഒരു ലെവലിലേക്കുള്ള ഒരു പ്ലെയർ ഒന്നും അല്ല റിയാൻ പരാഗ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജയ്സ്വാളിന് കൊടുക്കാം, കുറച്ചുകൂടി സീനിയോറിറ്റി ഉണ്ട് റിയാൻ പരാഗിനെ കാട്ടും, കുറച്ചുകൂടി നല്ല ബുദ്ധിപൂർവ്വം പെരുമാറുന്ന ഒരു വ്യക്തി കൂടിയാണ്. ബട്ട് അതുകൊണ്ട് തന്നെ റിയാൻ പരാഗിന് ഒരു ക്യാപ്റ്റൻസി പോവുകയാണെങ്കിൽ നമ്മുടെ സഞ്ജു സാംസന്റെ ആ ഒരു സ്ഥാനം രാജസ്ഥാൻ റോയൽസിൽ അനിശ്ചിതത്വമായിട്ട് തന്നെ നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അടുത്ത ഒരു കൊല്ലം മേ ബി RCBയിലേക്ക് രാജസ്ഥാൻ റോയൽസ് നമ്മുടെ വിരാട് കോഹ്ലിയുടെ ആ ഒരു മേ ബി വിരാട് കോഹ്ലി റിട്ടയർ ആകുകയാണെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് സഞ്ജു സാംസനെ പരിഗണിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നും പറയുന്നത്. ഞാൻ ആലോചിക്കായിരുന്നു യുവരാജ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ടാലന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രാക്ടീസ് കോച്ചിങ് കൊടുത്തത് ഓൾറെഡി ഇന്ത്യൻ ടീമിൽ കളിച്ച് പരിചയമുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ തന്നെ ഒരു ഭാഗമായിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് യുവരാജ് സിംഗിന്റെ ഫാദർ. പക്ഷേ ഇവിടെ സഞ്ജീവ് സൂര്യവംശി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പാഷനാണ്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു പാഷനായിട്ട് കണ്ടുകൊണ്ട് സ്വന്തം മകന് അത് 4ാമത്തെ വയസ്സിൽ തന്നെ അവന് ട്രെയിനിങ് കൊടുത്ത് കറക്റ്റ് സമയത്ത് കോച്ചിങ് കൊടുത്ത് 13ാമത്തെ വയസ്സിൽ അണ്ടർ 19 കളിപ്പിച്ച് ഇപ്പോൾ 14ാമത്തെ വയസ്സിൽ, അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ആരാധകരുള്ള IPL കളിക്കുന്ന ഒരു അവസരം സ്വന്തം മകന് ആ ഒരു വ്യക്തി നേടിക്കൊടുത്തിരിക്കുകയാണ്. എന്ത് തന്നെയായിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നതാണ്. രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിൽ കയറുമോ എന്നുള്ളത് ഡൗട്ട് തന്നെയാണ്. എന്നിരുന്നാലും ഈ ഒരു മാച്ച് എല്ലാ ക്രിക്കറ്റ് പ്രേമികളുടെയും IPL പ്രേമികളുടെയും മനസ്സിൽ എക്കാലവും നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഭവ് സൂര്യവംശി നിൽക്കുകയാണെങ്കിൽ, ക്രിക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ, ഇനി പേരും പ്രശസ്തിക്കും പണത്തിനും പുറകെ പോകാതെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഒരുപാട് റെക്കോർഡുകൾ ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെടാനായിട്ടുള്ള ചാൻസ് കൂടുതലുണ്ട്. ഈവൻ നമ്മളുടെ ഇനിയിപ്പോൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ആ വ്യക്തികളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ആ വ്യക്തികളുടെ റെക്കോർഡൊക്കെ ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഡൻസി ഇദ്ദേഹത്തിന് പുറത്ത് കളയാനായിട്ടുള്ള ഒരുപാട് ടെൻഡൻസികളും ഒരുപാട് സംഭവങ്ങളൊക്കെ വരാൻ ഇതിന് പിറകിൽ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സീനിയർ പ്ലെയേഴ്സിനെ പിടിച്ചിട്ടാണ് അടിക്കുന്നത്. കഴിഞ്ഞ കളിയിൽ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് സിറാജ്, പ്രസീദ് കൃഷ്ണ എന്ന് പറയുന്നത് അത്രയ്ക്കും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ബൗളേഴ്സാണ്, അവരെ പിടിച്ചിട്ടാണ് അടിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാർക്കിനെ പിടിച്ചിട്ടൊക്കെ അടിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് സാധിച്ചിട്ടില്ല. എല്ലാവരും എങ്ങനെ പോലും വൈഭവിന്റെ മുമ്പിൽ ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം ഒരു 14 വയസ്സുകാരൻ പയ്യൻ പിടിച്ച് 6 ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഒരു വ്യക്തിയുടെ അവസ്ഥ, എത്രയ്ക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബൗളറിന്റെ അവസ്ഥ. ഇത് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അവൻ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ പോലും റീസെന്റ് ഇന്ത്യൻ ടീമിലേക്ക് കടന്നുകൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നല്ല രീതിയിലുള്ള ടാലന്റ് കാണിക്കുന്നുണ്ട്. 14ാമത്തെ വയസ്സിൽ ഇങ്ങനെയാണെങ്കിൽ 24ാമത്തെ വയസ്സിൽ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റ് ഒരുപാട് നമ്മുടെ വിനോദ് കാംബ്ലിയൊക്കെ പോയതുപോലെ പോകരുത് എന്ന്, സച്ചിനെ പോലെ നല്ല രീതിയിൽ ആ ഒരു ക്രിക്കറ്റ് എന്ന് പറയുന്നത് പാഷനായിട്ട് എടുത്ത് നിൽക്കുകയാണെങ്കിൽ വലിയ വലിയ റെക്കോർഡുകൾ ഇവൻ്റെ മുമ്പിൽ മുട്ടുകുത്താനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ IPL ആയാലും ഏകദേശം 20-22 കൊല്ലം ഇനിയും കളിക്കാനായിട്ട് സാധിക്കും. സോ ഒരുപാട് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്തുതന്നെയായിരുന്നാലും IPL വലിയ ഒരു അടുത്ത ഒരു രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്ന് പറയുന്ന ലെവലിലേക്ക് ഒരു ഐക്കൺ താരമായിട്ട് വളരട്ടെ എന്ന് നമുക്ക് വൈഭവ് സൂര്യവംശിനെ ആശംസിക്കാൻ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലാതെ വായിൽ സ്വർണ്ണക്കരണ്ടിയോ വെള്ളിക്കരണ്ടിയോ ഒന്നും വെച്ച് വന്നിട്ടുള്ളതല്ല. അത്രയും കഷ്ടപ്പെട്ട് കയറി വന്നിട്ടുള്ളതാണ്. ഫസ്റ്റ് താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജസ്ഥാൻ റോയൽസിന്റെ ആ ഒരു മാനേജ്മെന്റിനോടാണ്. കാരണം 13ാമത്തെ വയസ്സിലും ഇവനെ എടുക്കാനായിട്ട് കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, ഞാനൊക്കെ പേടിച്ചു പോയി. അതായത് ഒരു പേസ് ബോളറിന്റെ ബോളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മേത്തൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്താകും. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തുതന്നെയായിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. മറ്റൊരു ഐക്കൺ താരം ഉയർന്നു വരട്ടെ എന്നുള്ളൊരു ആശംസയും നേരാം.
ബൈ.